വളരെയധികം സങ്കടപ്പെടുത്തുന്ന, വല്ലാതെ വേദനിപ്പിക്കുന്നൊരു വാർത്തയാണ് ഇന്ന് കേൾക്കാൻ സാധിച്ചത്. ഒരു കുടുംബത്തിലെ 4 പേർ മരണപ്പെട്ടു എന്നുള്ള വാർത്ത. മദീനയുടെ മണ്ണിൽ കണ്ണീർ പടർത്തിക്കൊണ്ടാണ് ആ മലയാളി കുടുംബം യാത്രയാകുന്നത്. ജിദ്ദ മദീന റോഡിലെ വാദി ഫറഹിലുണ്ടായ ദാരുണമായ വാഹനാപകടം ഒരു മലയാളി കുടുംബത്തിലെ 4 ജീവനുകളെയാണ് കവർന്നെടുത്തത്. പരിശുദ്ധ ഹറമിൽ ഉംറ കർമ്മങ്ങളൊക്കെ നിർവഹിച്ചതിന് ശേഷം മദീനയിലേക്ക് പോകുന്ന വഴിയിലാണ് അപകടമുണ്ടാവുകയും മരണപ്പെട്ടു പോവുകയും ചെയ്യുന്നത്. മക്കളും ഉമ്മയും ഭാര്യയും ഒക്കെയായി കുടുംബത്തോടൊപ്പം വലിയ സന്തോഷത്തിലായിരിക്കും അവർ ആ യാത്ര പുറപ്പെട്ടിട്ടുണ്ടാവുക. അല്ലാഹുവിൻ്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്തിയുറങ്ങുന്ന മദീന പള്ളിയിലേക്കൊന്ന് ചെല്ലാൻ, മദീന പള്ളി ഒന്ന് കൺകുളിർക്കെ കാണാൻ, അവിടെ അന്തിയുറങ്ങുന്ന നബി തങ്ങളോടൊന്ന് സലാം ചൊല്ലാൻ, ആ റൗള ഷരീഫ് ഒന്ന് കാണാൻ ഒരുപാട് കൊതിച്ചിട്ടുണ്ടാവും. പക്ഷേ ആ വിധി മറ്റൊന്നായിരുന്നു. ആ യാത്രാ മധ്യേ വെച്ച് അവരെ അള്ളാഹു തിരിച്ചു വിളിച്ചു. നോക്കൂ, നമ്മൾക്കെല്ലാവർക്കും മരണം ഉറപ്പാണ്. പക്ഷെ ആ മരണം എവിടെ വെച്ച് എങ്ങനെയാണ് എന്ന് നമുക്കാർക്കും ഒരിക്കലും പറയാൻ സാധിക്കില്ല. എല്ലാം റബ്ബിൻ്റെ വിധിയാണ്. ഇന്ന് വീട്ടിൽ നിന്നും ഇറങ്ങുന്നവർ വൈകുന്നേരം തിരിച്ച് വീട്ടിലേക്ക് വരുമെന്നുള്ള കാര്യത്തിൽ ഒരു ഉറപ്പുമില്ല. എന്തിനടുത്ത നിമിഷം, അടുത്ത സെക്കൻഡ് നമ്മൾ ഉണ്ടാകുമോ എന്ന് പോലും നമുക്കാർക്കും ഒരുവിധ ഉറപ്പ് പോലുമില്ല.